ശരി സാർ, ശരി സാർ. ശ്രീ വിപിൽ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് പല മാർഗങ്ങൾ തേടാം. ദിവ്യസായരെ ഇത്തരത്തിൽ അവരുടെ പരാമർശത്തിനെതിരെ നിരവധി മാർഗങ്ങൾ തേടാം. അത്തരത്തിലൊരു ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരമൊരു പോരാട്ടത്തിലേക്കാണോ യൂത്ത് കോൺഗ്രസ്? ഞാൻ അത് പറയാം. അതിനു മുമ്പ് നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യത്തിൽ കൂടുതൽ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു അവരവരുടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇത്ര വലിയൊരു സൈബർ ബുള്ളിങ് ഇവർക്കെതിരെ നടത്തേണ്ട ആവശ്യമുണ്ടോ? യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ സൈബർ രംഗത്ത് ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത വർഷം മന്ത്രിസഭയിലുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ, പാനലിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ദിവ്യ എസ് അയ്യർക്കെതിരെ ഇതിനു മുമ്പ് ഒരു സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു, ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവരുടെ കുഞ്ഞുമായി ഒരു വേദിയിൽ പോയ സമയത്ത് ഇവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ സൈബർ രംഗത്ത് ഈ പറഞ്ഞ സൈബർ സഖാക്കൾ വളരെ മോശമായ രീതിയിൽ ഇവർക്കെതിരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അന്നൊന്നും അവർക്ക് ഈ സ്ത്രീ എന്ന പരിഗണനയോ അല്ലെങ്കിൽ അമ്മ എന്ന പരിഗണനയോ കൊടുക്കണമെന്ന് പറയാൻ ഇവർക്കൊന്നും അന്ന് തോന്നിയിരുന്നില്ലേ? ഇന്നിപ്പോ വസ്തുതാപരമായിട്ട് അവർ നടത്തിയ ഒരു പെശക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അവർക്കെതിരെയുള്ള വലിയൊരു സൈബർ അറ്റാക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് പർവ്വതീകരിച്ച് കാണിക്കുന്നതിനോട് വലിയ രീതിയിലുള്ള ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അവർ ചെയ്തതിൽ എന്താണ് തെറ്റ്, ആവർത്തിച്ച് ചോദിക്കുകയാണ് അവർ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നുള്ളത്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1968 നിലവിൽ വന്നിരിക്കുന്ന ഇവരുടെ കോഡ് ഓഫ് കണ്ടന്റിൽ ഉൾപ്പെടുന്ന അഞ്ചാമത് ഖണ്ഡികയിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുന്ന വരുന്നു. IAS ഉദ്യോഗസ്ഥർ റെസ്ട്രിക്ഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രത്തെയോ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തെയോ പിന്തുണയ്ക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ അവര് KK രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇടുമ്പോ ഒരു തരത്തിൽ നേരത്തെ പാനലിസ്റ്റ് പറഞ്ഞത് ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അവർ പുതിയ ജില്ലാ സെക്രട്ടറിയിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യവും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ഞാൻ ചോദിക്കുന്നത്, ആ പോസ്റ്റ് ഈ പാനലിസ്റ്റ് കൃത്യമായി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. ആ പോസ്റ്റിന്റെ അകത്ത് അവര് ബാക്ക്ഗ്രൗണ്ടായി കൊടുത്തിരിക്കുന്ന സോങ്, സിനിമാ ഗാനം ഏതാണെന്ന് അദ്ദേഹം ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് വേണം അതിന് മറുപടി പറയാൻ. അദ്ദേഹം ആ പോസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആണോ നോൺ പൊളിറ്റിക്കൽ ആണോ എന്നുള്ളത് മറുപടി പറയാം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഇവർക്ക് ആശംസ പല രീതിയിൽ അറിയിക്കാമായിരുന്നല്ലോ. ഇവരെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയിടേണ്ട ആവശ്യം എന്താണെന്ന് ഇവർ തന്നെ ഒന്ന് വ്യക്തമാക്കണം. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് എന്താണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ഇത്രയേറെ ഭയഭക്തി ബഹുമാനം തുടങ്ങിയത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ അഴിമതി ആരോപണം ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഉന്നയിച്ചതിന് ശേഷമല്ലേ ഇവർക്ക് ഈ ഗവൺമെന്റിനോട് ഇത്രയേറെ പ്രതിബദ്ധതയും ഇത്രയേറെ വാഴ്ത്തുപാട്ടുകൾ പാടാനും ഒക്കെ ഇവർ തുടങ്ങിയത്? അതിനു മുമ്പൊന്നും ഇവർക്ക് ഈ ഗവൺമെന്റിനോട് ഇത്രയേറെ സ്നേഹമൊന്നും അതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഭരണഘടനാപരമായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റേണ്ട ഒരു IAS ഉദ്യോഗസ്ഥ ഒരു ഗവൺമെന്റിന്റെ ആളുകൾ, ഇനിയിപ്പോ പൊളിറ്റിക്കലി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഉൾപ്പെടെ തിരുത്താൻ, അല്ലെങ്കിൽ അവർ പറയുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണെങ്കിൽ സാർ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയേണ്ട ഒരു ഉദ്യോഗസ്ഥ, തികച്ചും പൊളിറ്റിക്കലായി. നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ സൂചിപ്പിച്ചു, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് ഔദ്യോഗികമായ ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും അത് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗിൽ നിന്ന ഒരാളെ കുറിച്ചാണ് അവർ പുകഴ്ത്തിക്കാട്ടുന്നത്. എങ്ങോട്ട് പോകുന്നത്? പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക്, വീണ്ടും ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് പോകുന്ന ആളെയാണ് ഇവര് ഈ തരത്തിൽ പുകഴ്ത്തി കാണിക്കുന്നത്. അപ്പോ ആ ഒരു കാര്യത്തിൽ അവർ ചെയ്തിരിക്കുന്നത് 100% അവരുടെ കോഡ് ഓഫ് കണ്ടന്റ് ലംഘനം തന്നെയാണ്. നിയമപരമായ പോരാട്ടത്തിൽ, നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, നിയമപരമായ പോരാട്ടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. നാളുകളിൽ ഇവര് ഏതൊക്കെ തരത്തിൽ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നിയമപരമായ പോരാട്ടങ്ങൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിച്ച് നിയമപരമായ പോരാട്ടം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. ഹരിദാസ്, അങ്ങനെ ഒരു